ഇല്ലാതായതും ഈ സ്ഥാപനം വെച്ചാണ്. അതെ, ഇപ്പോൾ ഒരുപാട് വീഡിയോസ് അതിനെ പറ്റി ഇറങ്ങിയിട്ടുണ്ട്. കപ്പിൾസ് മറ്റേ ഒക്കെ വന്ന് അതിനകത്തുള്ള വീഡിയോസ് ഒക്കെ ഇപ്പോൾ വൈറലാണ്. അപ്പോൾ ആ സ്ഥാപനം എന്താണെന്നുള്ളത് ഈ ഒരു ഇതിൽ നിന്നൊക്കെ മനസ്സിലാവും. ഞാൻ പറയുന്നത് ഈ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തിനാണ് സിനിമ കാണാൻ പോക്കൊന്നുമില്ലല്ലോ? ഉണ്ടാ സിനിമ കാണാൻ പോക്ക് ഇവിടെ ഉണ്ടെന്ന് അറിയാം. കൂടെ പോകാറുണ്ട്. കാണുന്നവർക്കും കുഴപ്പമാണ്, പിടിച്ചിട്ടുണ്ട്. കേരള പോലീസ് പറഞ്ഞെന്ന് പറഞ്ഞാൽ കാണുന്നവരെയും പിടിക്കും. നമസ്കാരം. ദ കിങ് ഓഫ് ഡേ എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം. എന്താണ് ഈ പ്രോഗ്രാം എന്ന് ഞങ്ങൾ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്കറിയാം. കാരണം ഇപ്പൊ ഏകദേശം ഒരു 20-22 ആയല്ലേ അതെ എപ്പിസോഡ്. അപ്പം എന്തായാലും 2 കൈ നീട്ടി സ്വീകരിച്ചതിൽ അതിയായ സന്തോഷം ഞങ്ങൾക്കുണ്ട്. എന്തായാലും ഇന്നത്തെ രാജാവ് ആര് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പൊ ഇന്ന് ഇങ്ങനെ വലിച്ചു നീട്ടി കാര്യം പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ഞാൻ 10 രസകരമായ കുസൃതി ചോദ്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അങ്ങോട്ട് ചോദിക്കും. നിങ്ങൾ അതിന് 10 ഉത്തരങ്ങൾ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് കമന്റ് ചെയ്ത് തരിക. അപ്പോൾ അതിൽ നിന്നും കമന്റിൽ നിന്നും ശരി ഉത്തരം 10 ഉത്തരത്തിന് ശരി ഉത്തരം നൽകുന്ന ഒരാളെ നമ്മൾ ഒരു ദിവസം സെലക്ട് ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ആരായിരിക്കും ആ വ്യക്തി എന്നറിയുന്നതിനുള്ള ആകാംക്ഷയിലാണ് ഞാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ ചുരുക്കി പറഞ്ഞ ഒന്നും കൊടുക്കത്തില്ലേ സമ്മാനം? അങ്ങനെ പറഞ്ഞോട്. അതും കൂടെ പറയാം. അത് ഇനി പറയാനായിട്ട് ഇരിക്കുകയല്ലേ, തൊക്കേറി വെടിവെക്കും. അപ്പൊ ആ സമ്മാനം കൂടി ഞാൻ പറയാം. ബാലരാമപുരം കൈത്തറി സ്പോൺസർ ചെയ്യുന്ന അതിമനോഹരമായ തുണിത്തരങ്ങളാണ് നമ്മൾ സ്പോൺസർ സമ്മാനമായിട്ട് നൽകുന്നത്. ഞാൻ പറഞ്ഞോട്ടെ. ബാലരാമപുരം കൈത്തറി സ്പോൺസർ ചെയ്യുന്ന അതിമനോഹരമായ സമ്മാനമാണ്. അതല്ല ഞാനും പറഞ്ഞത്, അതിമനോഹരം. എന്തോ ആയിക്കോട്ടെ, തുടങ്ങിക്കോ. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ. ഒരു സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. ഈ സ്ത്രീകളുണ്ടല്ലോ, സ്ത്രീകൾ മുന്നിലൂടെ കയറും, എന്നാൽ പുരുഷന്മാർ പിന്നിലൂടെ കയറുന്നത് എന്താണ്? സ്ത്രീകൾ മുന്നിലൂടെ കയറുന്നത്. ഇത് മാന്യ പ്രേക്ഷകരുടെ ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് ഈ ക്വസ്റ്റ്യനിൽ എന്താണ് തെറ്റുള്ളത്? സ്ത്രീകൾ മുന്നിലൂടെ കയറുന്നതും പുരുഷന്മാർ പിന്നിലൂടെ കയറുന്നതും എന്താണ്? സാധനം നമ്മൾ എന്നും യാത്ര ചെയ്യുന്ന ഒരു സാധനമാണ്. എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായിട്ട് കാര്യമില്ലല്ലോ. മാന്യ പ്രേക്ഷകരായ നിങ്ങളാണ് ഉത്തരം കമന്റ് ചെയ്യുവാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു റോസാപ്പൂ വിരിയാൻ എത്ര സമയം വേണം? റോസാപ്പൂ വിരിയാൻ എത്ര സമയം വേണം? ഒരു ദിവസം. ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട് ആൻസർ. ഇച്ചിരി ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഒരു റോസാപ്പൂ വിരിയാൻ എത്ര സമയം വേണം. എന്തായാലും ഇതിൽ പ്രത്യേകിച്ച് ക്ലൂ ഒന്നുമില്ല. ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട് ആൻസർ. ക്വസ്റ്റ്യൻ നല്ലതുപോലെ ഒന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ പെട്ടെന്ന്. മാന്യ പ്രേക്ഷകർക്ക് അത് മനസ്സിലായെന്ന് കരുതുന്നു. ഉത്തരം കമന്റിലൂടെ രേഖപ്പെടുത്തൂ. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫോൺ നമ്പർ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു അമ്മായിയമ്മ മരുമകളുടെ അടുത്ത് ചോദിച്ചു, ഇപ്പൊ മാങ്ങ ഒന്നും കാണാനില്ലല്ലോ. അപ്പോൾ മരുമകൾ പറഞ്ഞ ഒരു ആൻസർ ഉണ്ട്. എന്താന്ന് വെച്ചാൽ കടൽ മകൻ അല്ല. എന്താണ് അതിന്റെ മീനിങ്? ഇപ്പോൾ കടൽ മകൻ അല്ല. അമ്മായിയമ്മ ഒരു മരുമകളുടെ അടുത്ത് ചോദിച്ചു, ഇപ്പൊ മാങ്ങ ഒന്നും കാണാനില്ലല്ലോ, മാവില് മാങ്ങ ഒന്നും കാണാനില്ല. മാങ്ങയെല്ലാം മോൻ കൊണ്ട് പോയിട്ടുണ്ട്, അതായിരിക്കും മാങ്ങ കാണാൻ. അല്ല, ഇത് കടൽ മകൻ അല്ല എന്ന ആൻസർ പറഞ്ഞു. അപ്പോൾ അതിനെ ഒന്ന് ഇംഗ്ലീഷിലോട്ടൊക്കെ ആക്കി നോക്കുമ്പോഴത്തേക്ക് എന്റെ ആൻസർ കിട്ടും. കടല് എന്ത് പുളിരാവട്ടെ. മാന്യ പ്രേക്ഷകരെ, നിങ്ങൾ ഉത്തരം പറയൂ. തെറ്റുകൂടാതെ ഉത്തരം പറയൂ. കമന്റ് ചെയ്യുമ്പോൾ ഫോൺ നമ്പർ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കെട്ടിച്ചു വിട്ട ഒരു പെൺകുട്ടി, കടൽ കടന്ന ഒരു പ്രവാസി, ബസ്സിൽ കയറിയ ഒരു യാത്രക്കാരൻ, അവരോടൊക്കെ നമ്മൾ പറയുന്ന ഒരു സംഭവമുണ്ട്. അതെന്താണ്? ഒരു വാക്കുണ്ട്. ആ വാക്ക് 3 പേരെടുത്തും പറയുന്ന ഒരു വാക്ക്, ഒറ്റ വാക്ക്. എന്താണത്? മറ്റു രണ്ടും അറിയത്തില്ലെങ്കിൽ ബസ്സിൽ കയറുന്ന ആൾക്കാരോട്, നമ്മൾ വയസ്സായ ആൾക്കാരോടൊക്കെ പറയുന്ന ഒരു വാചകമുണ്ട്, ഉപദേശത്തോടു കൂടി പറയുന്ന ഒരു വാചകം. എന്താണ് ആ വാക്ക്? എനിക്ക് മനസ്സിലായി. മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രാവിലെ വീട്ടിൽ വെള്ളമില്ലായിരുന്നു, പക്ഷെ ഉപ്പും പായസവും ഉണ്ടായിരുന്നു, അതിൽ കുളിച്ചു. അപ്പോൾ എങ്ങനെ? രാവിലെ വീട്ടിൽ വെള്ളമില്ലായിരുന്നു, പക്ഷെ വീട്ടിൽ ഉപ്പും പായസവും ഉണ്ടായത് കൊണ്ട് അയാൾ കുളിച്ചു. എങ്ങനെ കുളിച്ചു?
കുസൃതി ചോദ്യമാണ്, രസകരമായ കുസൃതി ചോദ്യം. അപ്പോൾ നിങ്ങൾ പായസത്തിലിട്ട് മിണ്ടാരി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ചുമ്മാ ഇരുന്ന് ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കും. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ആമയും മുയലും തമ്മിൽ ഓട്ട മത്സരം നടത്തിയ കാര്യം അറിയാമല്ലോ. അത് ആരാ ജയിച്ചേ? ആമ ജയിച്ചു. മുയല് തോക്കാനുള്ള കാരണം എന്ത്? ഉറങ്ങിപ്പോയി. പക്ഷേ ഇപ്പൊ രണ്ടാമത് ആമയും മുയലും വീണ്ടും ഓട്ട മത്സരം വെച്ചു. മുയല് തന്നെ ജയിച്ചു. കാരണം എന്ത്? മിണ്ടാരി ആൻസർ പറയരുത്. ഉറങ്ങിയില്ല. കമന്റിലൂടെ രേഖപ്പെടുത്തൂ. മാക്സിമം ഞങ്ങൾ സഹായിച്ച് ഉത്തരം പറഞ്ഞു തരുകയാണ്. ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് പോകാം. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഞാൻ പറക്കാറുണ്ട്, പക്ഷെ ഞാൻ എങ്ങോട്ടും പോകാറില്ല. ആരാണ് ഞാൻ? നമ്മൾ കടൽ തീരത്തേക്ക് പോകുമ്പോൾ കുട്ടികളൊക്കെ മേടിച്ച് കളിക്കുന്ന ഒരു സാധനമാണ്. ഞാനും കളിച്ചിട്ടുണ്ട്. പല പല കളറുകളിൽ എനിക്ക് ആ സാധനം എങ്ങനെ ആക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അറിയാം കേട്ടോ. ഇപ്പൊ നല്ലപോലെ ഞാൻ ആ സാധനം പറത്താറുണ്ട്. എന്തായാലും ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ. ഫോൺ നമ്പർ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഈ കണക്കിലെ 2 ശരീരഭാഗങ്ങളുണ്ട്. കണക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന 2 ശരീരഭാഗങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് കമന്റ് ചെയ്താൽ മതി. കണക്കിൽ ഉപയോഗിക്കുന്ന ശരീരഭാഗങ്ങൾ 2 എണ്ണം നമ്മുടെ ശരീരത്തിലുണ്ട്. അതെന്താണെന്നുള്ളത് ഏതെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ. ചോദ്യം മനസ്സിലായല്ലോ. എനിക്ക് ഉത്തരം മനസ്സിലായി. അറിയാവോ? മനസ്സിലായി. ഞാൻ പറയണോ ഉത്തരം? വേണ്ട. എന്തായാലും മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം തെറ്റുകൂടാതെ കമന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ പ്രവർത്തന സമയത്ത് അടച്ചിടുന്ന ഒരു സ്ഥാപനം ഉണ്ട്, എന്നറിയോ? പ്രവർത്തന സമയത്ത് അടച്ചിടുന്ന സ്ഥാപനം പലരും രക്ഷപ്പെട്ടതും ഇല്ലാതായതും ഈ സ്ഥാപനം വെച്ചാണ്. അതെ, ഇപ്പോൾ ഒരുപാട് വീഡിയോസ് അതിനെ പറ്റി ഇറങ്ങിയിട്ടുണ്ട്. കപ്പിൾസ് മറ്റേ അതിനകത്തുള്ള വീഡിയോസ് ഒക്കെ ഇപ്പോൾ വൈറലാണ്. അപ്പോൾ ആ സ്ഥാപനം എന്താണെന്നുള്ളത് ഈ ഒരു ഇതിൽ നിന്നൊക്കെ മനസ്സിലാവും. ഞാൻ പറയുന്നത് ഈ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തിനാണ് സിനിമ കാണാൻ പോക്കൊന്നുമില്ലല്ലോ? ഉണ്ടാ സിനിമ കാണാൻ പോക്ക് ഇവിടെ ഉണ്ടെന്ന് അറിയാം. കൂടെ പോകാറുണ്ട്. കാണുന്നവർക്കും കുഴപ്പമാണ്. പിടിച്ചിട്ടുണ്ട്. കേരള പോലീസ് പറഞ്ഞെന്ന് പറഞ്ഞാൽ കാണുന്നവരെയും പിടിക്കും എന്നാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഉത്തരം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം കമന്റിലൂടെ രേഖപ്പെടുത്തൂ. ഫോൺ നമ്പർ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ കാല് പിടിച്ചാലേ നമ്മുടെ കൂടെ വരും. ആരാണ്? കാല് പിടിച്ചാൽ കൂടെ വരും. നമ്മൾ കാല് പിടിച്ചാൽ നമ്മളെ കൂടെ എപ്പോഴും കാണും. കാല് വിടൂ, അപ്പോഴും തറയിൽ വീഴുകയും ചെയ്യും. എന്താണ് സാധനം? കാല് പിടിച്ചാൽ കൂടെ വരും. മറ്റു വലിയ സാധനങ്ങളല്ലേ? പല പല കളറുകളുണ്ട്. കുട്ടികൾക്ക് പ്രത്യേകിച്ചുണ്ട്. എനിക്ക് മനസ്സിലായി. എന്തായാലും മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ. ഫോൺ നമ്പർ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ 10 ക്വസ്റ്റിന്റെ ആൻസറും അപ്പോൾ 10 ക്വസ്റ്റിനും ഞാൻ ചോദിച്ചു കഴിഞ്ഞു. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് വഴി 10 ക്വസ്റ്റിന് ശരിയായ ആൻസർ തന്നെ അയക്കണം. ശരിയായ ആൻസർ അയക്കുന്നവരിൽ നിന്ന് ഒരാളെ മാത്രമേ നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ കിങ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റൂ. അതെ, ജീവിത പിരിമുറുക്കത്തിന്റെ ഇടയിലും അല്പനേരം ചിന്തിക്കുവാനും ചിരിക്കുവാനും ഒരു അവസരം ഒരുക്കിക്കൊണ്ടാണ് BMTV നിങ്ങളുടെ മുന്നിൽ ദ കിങ് ഓഫ് ഡേ എന്ന പ്രോഗ്രാമുമായി എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആശ്രയ സമ്മാന പെരുമഴ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭവനരഹിതരായ 100 പേർക്ക് വീട് വെച്ചു കൊടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയും അതോടൊപ്പം തന്നെ 11ഓളം കുടുംബങ്ങൾ വീട് ജപ്തിയാവുന്ന 11ഓളം കുടുംബങ്ങളെയുമാണ് രക്ഷിക്കണം എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ആശ്രയ സമ്മാന പെരുമഴ ടോക്കൺ എടുക്കണം. അതോടൊപ്പം എന്തായാലും ഞങ്ങളുടെ ഈ ഒരു എളിയ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.